ഹായ് കൂട്ടുകാരെ, നമസ്കാരം കൂട്ടുകാരെ. പാവയ്ക്കയും സവാളയും ചേർത്തിട്ട് നല്ല തീയലുണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ 2 പാവയ്ക്ക 2 സവാള നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അത് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പ് ചേർക്കരുത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ പാവയ്ക്കയിലെയും സവാളയിലെയൊക്കെ വെള്ളം വന്ന് ഒരുമാതിരി വെന്ത പോലെ ആവും. നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയാണ് എടുക്കേണ്ടത്. അപ്പോൾ വഴറ്റി റെഡിയായിട്ട് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉപ്പെല്ലാം അതിലേക്കൊന്ന് പിടിച്ചോളും. ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ വറുത്തെടുക്കണേ. അപ്പോൾ ഒരു മുറി നാളികേരം ചിരവിയിലേക്ക് കുറച്ച് കുരുമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്ത് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ കാരണം ഒരു നിറത്തിന് വേണ്ടി അതും കൂടി ചേർത്ത് ഈ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറണവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയൊക്കെ എടുക്കുമ്പോഴേക്കും ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കരിഞ്ഞൊന്നും പോകാണ്ട് കിട്ടും. ഇനി ഇത് ചൂടാറി കഴിയുമ്പോഴേക്കും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറിൽ തന്നെ ഇത് കിട്ടി. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കളറ് കുറവായിരിക്കും. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അരച്ചെടുത്ത് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ആ വഴറ്റിയെടുത്ത പാവയ്ക്കയിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. അപ്പോൾ ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻ പുളി പിഴിഞ്ഞതാണ്. ആ പുളിവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് ആ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. എന്നിട്ട് വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുമ്പോഴേക്കും ഒന്നും കൂടി ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വരട്ടി അങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ഈ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയുണ്ടല്ലോ, ആ നാളികേരത്തിൻ്റെ എണ്ണയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നവരെ അതൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി തീയൽ ഇവിടെ റെഡിയാവുകയെ. ഇനി വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കടുകും കൊണ്ട് ചേർത്ത് മൂപ്പിച്ച് അതിലേക്ക് ചേർത്താൽ നല്ല അടിപൊളി പാവയ്ക്കയും സവാളയും ചേർത്തുള്ള തീയൽ റെഡിയാവും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കിക്കുക, നല്ല അടിപൊളിയാണ്. ഒരു തരി കയ്പൊന്നും ഉണ്ടാവില്ല ഇതേപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ.